അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 കോടി രൂപയുടെ ബഹുമതി കിട്ടുന്ന, സമ്മാനമായി കിട്ടുന്ന ഒരു ചെറിയ ജോലിയെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഈ ജോലി ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസയുടെ യോഗ്യത, അങ്ങനെ ഉണ്ടല്ലോ, ഒരു ജോലി വേണമെങ്കിൽ അവന് ഇത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത്ര വർഷത്തെ അനുഭവം ഉണ്ടാകണം, പരിചയസമ്പന്നനായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ ജോലിക്ക്. എന്നാൽ ഇതിന് അതൊന്നുമില്ല. വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, അനുഭവസ്ഥനാകണമെന്നില്ല, ഒന്നുമില്ല. പക്ഷെ ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ രീതിയിലായിരിക്കണം ജോലി. പക്ഷേ ഈ ജോലിക്ക് എല്ലാ ദിവസവും ചെയ്താൽ കിട്ടുന്നില്ല. ചില പ്രത്യേക ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ഈ ജോലിക്ക് 3 കോടി രൂപയുടെ ബഹുമാനം, സമ്മാനമായി കിട്ടുന്നത്. ജോലി ഉള്ള ദിവസങ്ങൾ ആദ്യം നമുക്ക് പറയാം. പിന്നെ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതാർക്കും ചെയ്യാൻ പറ്റും. വീട്ടിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ? അതുപോലെ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടോ? അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഭർത്താവുണ്ടോ? ഭർത്താവ് ചെയ്താൽ ഭർത്താവിന് ഇത് കിട്ടും. ഭാര്യ ചെയ്താൽ ഭാര്യക്കും കിട്ടും. ചെറിയ മക്കൾ ചെയ്താൽ മക്കൾക്കും കിട്ടും. വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാം. ഓരോ വീട്ടിലുള്ള ആളുകൾക്കും ഈ ഒരു അവസരമുണ്ട്. ഒരാളും നഷ്ടപ്പെടുത്താതിരിക്കുക. നഷ്ടപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 3 കോടി രൂപയാണ് നഷ്ടപ്പെടുന്നത്. ആരെങ്കിലും നഷ്ടപ്പെടുത്തോ? ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ, വിവരമുള്ളവർ, ചിന്താശക്തിയൊക്കെ കറക്റ്റ് ബോധമുള്ളവർ തീർച്ചയായും നഷ്ടപ്പെടുത്തുകയില്ല. പിന്നെ ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു ഓഫർ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞതല്ല, തരാൻ കഴിയുള്ള അല്ലേ. ഈ അടുത്തല്ലേ യൂസുഫ് അലി എത്ര 300 കോടി രൂപയാണ് പാവപ്പെട്ട യതീമീങ്ങൾക്ക് കൊടുത്തത്. 300 കോടി രൂപ. മാഷാ അല്ലാഹ്, കേട്ടപ്പോൾ സന്തോഷമായി. അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ നല്ല സമ്പന്നൻ യൂസുഫ് അലി ഒന്നുമല്ല ഇയാളെ മുമ്പിൽ. അത്രക്കാൽ വലിയ കോടീശ്വരനാണ് നൽകുന്നത്. കോടീശ്വരന്മാരുടെ കോടീശ്വരൻ. ഈ ഒരു ബഹുമതി, ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ 3 കോടി രൂപ നേടാൻ നാം ചെയ്യേണ്ട ജോലികൾ എന്താണ് ആദ്യം അറിയണം. അതോടൊപ്പം ഈ ജോലി ചെയ്യേണ്ട സമയവും തീയതിയും അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ എങ്ങനെയാണ് ഈ ജോലി തുടങ്ങേണ്ടത്, എവിടെ വെച്ചാണ് തുടങ്ങേണ്ടത്, ഏത് ലിങ്കിലൂടെ കയറണം, എല്ലാം വിശാലമായി വിശദീകരിച്ച് തന്നെ പറയും ഇൻഷാ അല്ലാഹ്. നഷ്ടപ്പെടുത്തിയാൽ ഇത് വമ്പൻ നഷ്ടമാണ്. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടമാണ്. നഷ്ടപ്പെട്ടാൽ 3 കോടി രൂപ നഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെടുത്തോ? ബുദ്ധിയുള്ള ഒരാൾ ഒരു 3 കോടി രൂപ കിട്ടുന്നു. ജോലിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിവുള്ളതുമാണ്. വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, അനുഭവം വേണ്ട, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നൊരു ജോലിയും കൂടിയാണ്. നിഷ്പ്രയാസം ചെയ്യാം. എല്ലാ ജനങ്ങളും മുമ്പിൽ പോയി ചെയ്യണമെന്നില്ല, വീട്ടിലിരുന്നിട്ടും ചെയ്യാൻ പറ്റുന്നു എന്നെല്ലാം ഇരിക്കലോടുകൂടി ഒരു 3 കോടി രൂപ നഷ്ടപ്പെടുമ്പോൾ ആരെങ്കിലും നഷ്ടപ്പെടുത്തുമോ? തീർച്ചയായില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ജോലി വാഗ്ദാനം ചെയ്യുന്നത് ആരെന്നോ? രാജാവാണ്. എവിടുത്തെ രാജാവ്? സൗദി അറേബ്യയുടെ രാജാവ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആ രാജാവൊന്നുമല്ല. ഈ ജോലി നിങ്ങളോട് പറയുമ്പോഴേക്കും നിങ്ങൾ സ്കിപ്പാകാൻ സാധ്യതയുണ്ട്. സ്കിപ്പാകുന്നവർ ആരെന്നറിയോ? അവർ ഈമാൻ നഷ്ടപ്പെട്ടവർ മാത്രമേ സ്കിപ്പാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ജോലിയെക്കുറിച്ച് പഠിക്കാൻ ആവേശമുണ്ടാകും. പക്ഷേ ഈ ജോലിനെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണോ എന്ന് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി കാണുന്നവർ, അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ദുനിയാവിൻ്റെ ജോലിക്ക് മാത്രമാണ്. ദുനിയാവിനോടുള്ള മുഹബ്ബത്ത് കൂടിയ ആളാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ഇത് അവസാനം വരെ വളരെ കൃത്യമായി മനസ്സിലാക്കും. ഇതെന്തിനാണ് ദുനിയാവുമായി തട്ടിച്ച് പറയുന്നു? പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ജോലിയെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ഖുർആനിലാണ്. ഈ ജോലിയുടെ ഓഫർ പറയുന്നത് വിശുദ്ധ ഖുർആനിലാണ്. ഇങ്ങനെയാണ് പറയുന്നത്:
ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഖുർആനാണ്. ഇത് ഉറപ്പായും കിട്ടും, ഇത് ഉറപ്പായും കിട്ടും. ഖുർആനാണ് പറയുന്നത്. ഇന്നത്തെ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ജോലിയുടെ സമയം തുടങ്ങുന്നു. ഇന്ന് റമദാൻ 21-ാം രാത്രിയല്ലേ? അതെങ്ങനെ 3 കോടി എന്ന് ഉസ്താദ് പറയാം. അതിൻ്റെ കണക്കൊക്കെ കൃത്യമായി തന്നെ പറയാം. 3 കോടിയല്ല, 3 കോടിയും 4,15,000 രൂപ വരെ സമ്മാനം കിട്ടുന്നൊരു ജോലിയാണ്. ഇന്ന് 21-ാം രാത്രിയാണ്. ഇന്നത്തെ രാത്രി, നാളെയല്ല, മറ്റൊന്ന് 23, അത് കഴിഞ്ഞാൽ 25, അത് കഴിഞ്ഞാൽ 27, അത് കഴിഞ്ഞാൽ 29. ഈ 4 ദിവസങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു ഓഫറാണ്. കിട്ടിയാലോ വല്ലാത്തൊരു കിട്ടൽ തന്നെയാണ്. ഒറ്റടിക്ക് 3 കോടി. 3 കോടി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അതൊന്നുമല്ല, അതിനേക്കാൾ എത്രയും കിട്ടുന്നു. പക്ഷേ ദുനിയാവുമായി തട്ടിച്ചുള്ള ഈ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ ആര് പോയി അത് ചോദിക്കാതിരിക്കും? അങ്ങനെ ഒരു ഷൂസ് അല്ലേ 1 രൂപക്ക് കിട്ടുമെന്ന് പറയും. ഈ ഒരു ഓഫറിന് വേണ്ടി ഇന്നലെ കോഴിക്കോടിൽ എത്ര ആളുകളാണ് തടിച്ചു കൂടിയത്? എന്ത് കിട്ടിയവർക്ക്? തല്ല് കിട്ടി പോലീസുകാരെ കയ്യിൽ നിന്ന്. ആട്ടി ഓടിച്ച് അത്രേ കിട്ടിയിട്ടുള്ളൂ, മറ്റൊന്നും കിട്ടിയില്ല. ഇതങ്ങനല്ല. ഇത് വളരെ കൃത്യമായി ഇതുവരേക്ക് വഞ്ചന നടത്താതെ ഒരിക്കലും നീതിമാനായ അള്ളാഹുവാണ് പറയുന്നത്. നമ്മുടെ പൊന്നാര പടച്ച റബ്ബാണിത് പറയുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്ന ഒരു ഓഫറാണ്. എന്താണ് ജോലി നാം ചെയ്യേണ്ടത്? അതും ഇമാം സാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാണ് ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയതല്ലേ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. എന്താണ് നബിയെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ? എന്തിനാണ് ആ മഹത്തായ, ആ പുണ്യമേറിയ ആ ഖദ്റിൻ്റെ ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ പവിത്രമുള്ളതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ ഇതിനെ കണക്കൂട്ടിയിട്ട് പറയുന്നുണ്ട്. 83 വർഷവും 4 മാസവുമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ 83 വർഷവും 4 മാസവും കണക്ക് കൂട്ടിയാൽ എത്ര ദിവസമാകും? ഒരു വർഷത്തിന് ഏകദേശം 365 ദിവസമാണുള്ളത്. അല്ല, ഈ 365 ദിവസത്തിന് 83 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 30,295 ദിവസങ്ങൾ കിട്ടും. പിന്നെ 4 മാസമുണ്ടല്ലോ. ഒരു മാസത്തിന് 30 ദിവസം പോലും കൂട്ടിയാൽ എത്രയായി? 120 ദിവസമായി. ഈ 120 ദിവസം 3,295 ഗുണിച്ചു കൂടിച്ച് അത് 120 കൊണ്ട് കൂടിച്ചാൽ എത്ര കിട്ടും? 3,415 ദിവസം. അപ്പോൾ 1000 വർഷം പറഞ്ഞാൽ എത്രയായി? 1000 മാസം എന്ന് പറഞ്ഞാൽ എത്രയായി? 3,415 ദിവസം. നേരെ 1000 മാസം ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 30,000 ദിവസം കിട്ടും. ഇപ്പോൾ നാം 30,415 ദിവസം അല്ലേ? എന്നാൽ ഒരു ചെറിയ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു ദിവസത്തിന് കൂലി കിട്ടുന്നത് ജോലി എടുത്താൽ 1000 രൂപയാണ്. 1000 രൂപയാണ് കിട്ടുന്നത്. എന്നാൽ ഈ 1000 രൂപയെ 30,415 ദിവസം കൊണ്ട് ഒന്ന് ഗുണിച്ച് നോക്ക്. ഒന്ന് ഗുണിച്ച് നോക്കിയാൽ എത്രയായി? 3,04,15,000. അതായത് 3,04,15,000 രൂപയാണ് കിട്ടുന്നത്. ഒരാൾ പറയാണ്, വലിയ സമ്പന്നനായ ഒരാൾ പറയുന്നത്, പ്രത്യേകമായൊരു തീയതി പറയുന്നുണ്ട്. 21-ാം തീയതി, 23-ാം തീയതി, 25-ാം തീയതി, 27-ാം തീയതി, അതുപോലെ 29-ാം തീയതി. പ്രത്യേകമായ തീയതികൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ തീയതി അദ്ദേഹം ആരാണ്? സത്യസന്ധനാണ്, നീതിമാനാണ്, ഒരിക്കലും വഞ്ചന നടത്താത്തവരാണ്, വലിയ സമ്പന്നനാണ്. അദ്ദേഹം പറയുന്നു, ഈ തീയതികളിൽ ഏതെങ്കിലും ഒരു തീയതി എനിക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വീട്ടിലേക്ക് വരും. ആ സമയത്ത് നിങ്ങൾ ഈ 3 തീയതിയിൽ ഏത് തീയതി വേണമെങ്കിലും ചെയ്തോളി.
പക്ഷേ ആ ഏത് തീയതി എന്ന് ഞാൻ കൃത്യമായി പറയുകയില്ല. അതുകൊണ്ട് ഈ എല്ലാ തീയതികളിൽ ജോലി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 21-ന് ചെയ്യേണ്ടി വരും, 23-നും ചെയ്യേണ്ടി വരും, 25-നും, 27-നും, 29-ന്. ഈ 3 ദിവസത്തേതും ഒരു ദിവസമാവും ഞാൻ പ്രത്യേകത നൽകുന്ന ദിവസം. അത് ഇന്ന ദിവസമാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അത് ഞാൻ സമ്മാനമായി നിങ്ങളുടെ അരികിലേക്ക് വരും. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ ജോലി തുടങ്ങും, രാത്രി ജോലി ചെയ്ത് ഇപ്പോൾ 21-ാം തീയതി നിങ്ങൾ ജോലി ചെയ്തു, പകൽ വരെ ജോലി ചെയ്തപ്പോൾ ആ മുതലാളി ആ സമ്മാനമായി വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം അല്ല എന്ന് കരുതിയാൽ മതി. അപ്പോൾ 23-ന് ചെയ്ത് അന്നത്തെ ദിവസം വന്നില്ല എന്ന് വിചാരിക്കും, അന്ന ദിവസം അല്ല എന്ന് കരുതി. 25-ന് ചെയ്ത് അന്നാ ദിവസം വന്നില്ല, 27-ാം തീയതിയും ചെയ്ത് ഇന്നായിരിക്കുമോ ആ ദിവസം എന്ന് പറഞ്ഞ് അതാ 27-ാം ദിവസം അദ്ദേഹം വന്നു. ചിലപ്പോൾ 21-നും വരാം, 25-നും വരാം, 23-നും വരാം. അയാൾ ഈ 3 ലക്ഷവും 3 കോടിയും അതുപോലെ 4,15,000 രൂപ എടുത്തുകൊണ്ട് നിങ്ങളെ കയ്യിൽ വന്ന് തരും. ഇത് ഉറപ്പാണ്. സത്യസന്ധമായൊരു മനുഷ്യനാണ് പറയുകയാണെങ്കിൽ തീർച്ചയായും നാം പോയി അവിടെ ജോലി ചെയ്യുകയോ ഇല്ലേ? ഒറ്റ ദിവസം കൊണ്ട് ഇത്ര വലിയ തുക കിട്ടുന്നുണ്ട് എന്നറിഞ്ഞാൽ തീർച്ചയായും നാം ജോലി ചെയ്യും. ചെറിയൊരു ലാഭത്തിന് വേണ്ടി സ്വന്തം ഭാര്യ, സ്വന്തം മക്കള്, കുടുംബത്തെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നില്ലേ? എത്രയാ അവിടുത്തെ ഒരു ദിർഹമിന് അല്ലെങ്കിൽ ഒരു റിയാലിന് ഇവിടുത്തെ 20 രൂപ അത്രേ കിട്ടുകയുള്ളൂ. എന്നാൽ അത്രയ്ക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ഓടുന്നുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇനി നേരെ 1000 മാസം, അൽഫ് ഷഹർ എന്നല്ലേ, 1000 മാസത്തേക്കാൾ പുണ്യമുണ്ടെന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് കൂട്ടിയാൽ നോക്ക്, 1000 കൊണ്ട് ഗുണിച്ചാൽ തന്നെ 30,000 ദിവസമാകും. 1000 മാസത്തിന് 30,000 ദിവസമാകും. 30,000 ദിവസം കൃത്യമായി 3 കോടിയാകും. അതാണ് ഞാൻ പറഞ്ഞത്, 3 കോടിയുടെ ബഹുമതി. അള്ളാഹു പറഞ്ഞത് 1000 മാസം, ഒരു മാസത്തിന് 30 ദിവസം കൂട്ടിയാൽ 1000 മാസത്തിന് 30,000 ദിവസങ്ങളായി. 30,000 ദിവസത്തിന് 1000 രൂപ വെച്ചാൽ തന്നെ എത്രയായി? കൃത്യമായി 3 കോടി രൂപയായി. ഈ 3 കോടി രൂപ ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ ഏതെങ്കിലും ഒരു ദിവസം തീയതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഏത് ഞാൻ കൃത്യമായെന്ന് പറയുന്നില്ല എന്ന് ഒരു സത്യസന്ധമായ, ഒരിക്കലും വഞ്ചിക്കൂല എന്ന് ഉറപ്പുള്ള ആൾ പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങളങ്ങോട്ട് ഓടുവോ ഇല്ലേ? കാരണം അയാളെക്കുറിച്ച് നമുക്കറിയാം. അയാളൊന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ വാക്ക് പാലിക്കുന്ന മനുഷ്യനാണ്. ഒരിക്കലും അയാൾ വഞ്ചിക്കുകയില്ല. അത്രയും സത്യസന്ധമായ ഒരു മനുഷ്യനാണ്, നീതി കാണിക്കുന്ന മനുഷ്യനാണ് എന്ന് മനസ്സിലായ ഒരാൾ അങ്ങനെ പ്രഖ്യാപിച്ചാൽ, ചെറിയ ഷൂസ് 1 രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ എത്ര ആളുകളാണ് അവിടെ കൂടിയതെന്നറിയുമോ? എത്ര ആളുകളാണ് അല്ലേ? ചെറിയ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ, ദുനിയാവിയായ ചെറിയ ഓഫറുകൾ എന്തെങ്കിലും കിട്ടുമെന്ന് പറയുമ്പോൾ എത്ര ദൂരങ്ങളിലേക്കാണ് നാം വണ്ടിയെടുത്ത് ഓടി ചെല്ലുന്നത് അത് കൈക്കലാക്കാൻ വേണ്ടി. ഇത് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് നേടാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ കിട്ടൂല, പരലോകത്ത് ഉറപ്പായി കിട്ടും, ഉറപ്പാണ്. അതിൽ ചെറിയൊരു സംശയം പോലും മനസ്സിൽ വന്നാൽ നിന്നെ പിന്നെ മുഅ്മിനെന്ന് പറയാൻ പറ്റില്ല. നീ കാഫിർ അല്ലേ, നീ സത്യനിഷേധി എന്ന്. പിന്നെ നിനക്കൊരിക്കലും മുഅ്മിൻ എന്നുള്ള ഒരു പേര് അത് ശാശ്വത, അതോടുകൂടി തീർന്നു. കാരണം ഖുർആനെ എതിർത്ത ഒരു വാക്കാണ് നീ പറയുന്നത്. പരലോകത്താ, ഇത് നടക്കുന്ന കാര്യമല്ല എന്ന ഒരു രീതിയിലാണെങ്കിൽ പോയി. എന്താണ് ജോലി ചെയ്യേണ്ടത്? എങ്ങനെയാണ് ജോലി? ഒരധ്വാനമില്ലാത്ത ജോലിയാണ്. ഒരു 18 ജോലികൾ ഞാൻ പറയുന്നു. ഈ 18ഉം ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഇല്ല, ഇതിൽ ഒന്ന് ചെയ്താൽ തന്നെ ലൈലത്തുൽ ഖദ്റിൻ്റെ ഈ 3 കോടി പ്രതിഫലം നേടാം. ഇത് 3 കോടി നമ്മുടെ ദുനിയാവുമായി തട്ടിച്ച് പറഞ്ഞതാണ്. ഇതൊന്നുമല്ല അതിൻ്റെ മുമ്പിൽ വലിയ കോടാനുകോടി പ്രതിഫലം. അതെത്ര കാരണം ഹൽഫ് മിൻ ഷഹർ, 1000 മാസത്തെക്കാൽ എന്ന് പറഞ്ഞതാണ്. 1000 മാസത്തിൻ്റെ അത്ര അല്ല, അതിനേക്കാൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ എത്ര എന്ന് പറയാൻ പറ്റൂല, അത്രക്കും പ്രതിഫലം. അപ്പോൾ ജോലി എന്താണ്? ഒന്നാമത്തെ ഒരു ജോലി, ഇപ്പം നമുക്ക് ജോലി ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. ഒരു ചെറിയൊരു ജോലി പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രാത്രി ഹയാത്താക്കുക. ഉസ്താദ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്ത് രാത്രി ഹയാത്താക്കുന്ന? സുബ്ഹിക്ക് നാം ജോലി എടുത്ത് വരുന്നവരാണ്. രാത്രി ഉറങ്ങാതെ നാം ഇബാദത്തിൽ മുഴുകിയാൽ സുബ്ഹിക്ക് വീണ്ടും ജോലിക്ക് പോകണം. പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യ മക്കൾ പട്ടിണിയാകും. കഷ്ടപ്പെട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്, കൂലി ജോലി ചെയ്യുന്നത്, അല്ലെ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നത്. ആ ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായും രാത്രി വർക്ക് കൃത്യമായി കിട്ടണം.
എന്നാൽ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സ്വല്ലാ സ്വലാത്തൽ അല്ല ഫി ജമാഅത്തിൻ, മൻ സ്വല്ല ഇഷാ, അതായത് ഇഷാ നിസ്കാരം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചു, എന്നാൽ കാമഷ്തുൽ ലൈൽ, അവൻ അതായത് ഒരു രാത്രിയുടെ പകുതി വരെ നിസ്കരിച്ച കൂലി കിട്ടി. അതേപോലെ സുബഹി നമസ്കാരം ഇമാം ജമാഅത്തായി നിസ്കരിച്ചു. 2 വക്ത് നിസ്കാരങ്ങൾ ഇമാം ജമാഅത്തായി ഒരാൾ നിസ്കരിച്ചാൽ സുബഹി അത് രാത്രിയുടെ പകുതി മുതൽ സുബഹി വരെ നിസ്കരിച്ച കൂലി കിട്ടും. അപ്പം രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലി കിട്ടി. എന്തിന്? ഇഷാവും സുബഹിയും 2 വക്ത്. റസൂലാണ് ഇത് പറയുന്നത്. ജോലി ഇത്രയേ ഉള്ളൂ. ഇസാ നിസ്കാരം ഇമാം ജമാഅത്തായി നിസ്കരിക്കുക, സുബഹി നിസ്കാരം ഇമാം ജമാഅത്തായി നിസ്കരിക്കുക. ഈ 2 വക്ത് ഇമാം ജമാഅത്തായി നിസ്കരിച്ചാൽ ജോലി കഴിഞ്ഞു. കിട്ടിയതോ 3 കോടി. ഇതിൻ്റെ ദുനിയാവിൻ്റെ കണക്ക് ഇതൊന്നുമല്ല അതിൻ്റെ മുമ്പിൽ. ഇതിനേക്കാൾ എത്രയോ കോടികളാണ്. ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ കോടി എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞു ജോലി. ഒരു 18 ജോലികളുണ്ട്. ഒന്ന് ഇതാണ്. ഇതാരെ കൊണ്ട് സാധിക്കാത്തത്? ഒന്ന് ഇഷാക്ക് പള്ളിയിൽ പോവുക, ഇമാം ജമാഅത്ത് നിസ്കരിക്കുക, സുബഹി ഇമാം ജമാഅത്ത് നിസ്കരിക്കുക. എന്നാൽ ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം കിട്ടുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ജോലി അത്രയേ ഉള്ളൂ. പിന്നെ എന്തെല്ലാം ജോലികൾ നമുക്ക് ചെയ്യാം? നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പല ജോലികളും പറഞ്ഞു തരാം. ഒരുപാട് നമസ്കരിക്കാനൊന്നും സാധിക്കുന്നില്ല എന്ന ആളുകൾക്കുള്ള ജോലികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ജോലി ഇന്നഹ അഫ്ദലു ആയത്തുൽ ഖുർആൻ. ഖുർആനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്തുണ്ട്. അറിയോ? ആയത്തുൽ കുർസി. ഏതാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദു. നമുക്കറിയില്ലേ ആയത്തുൽ കുർസി? അറിയില്ലേ? ആർക്കാ അറിയാത്തത്? ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഇന്നത്തെ രാത്രി 21-ാം രാത്രിയാണ്. ഇന്നത്തെ രാത്രി 21-ാം രാത്രിയാണ്. ഇന്നത്തെ രാത്രി ആയത്തുൽ കുർസി ഓതാം. രണ്ടാമത്തൊരു ജോലി എന്നുള്ളത് ഒന്ന് ആയത്തുൽ കുർസി ആയാലും, രണ്ടാമത്തിന് ആമനുർ റസൂൽ. ഈ ആമനുർ റസൂൽ എന്നുള്ളത് കാമ ബിഹിമ ഫി ലൈലത്തി കഫത്താഹു. ഈ 2 ആയത്ത് ആമനുർ റസൂലുള്ള ഈ 2 ആയത്ത് ഓതിയാൽ തന്നെ അന്നത്തെ രാത്രിക്ക് അത് മതി. ലൈലത്തുൽ ഖദ്ർ നുകരാൻ അത് മതി. 2. ഒരു മൂന്നാമത്, എൻ്റെ വകയായിട്ട് പറയുന്ന ജോലിയൊന്നുമല്ല, ഇത് എൻ്റെ ഇഷ്ടത്തിന് പറയുന്ന ജോലിയൊന്നുമല്ല. ഇത് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചൊരു ജോലിയാണ്. ഈ ജോലി ചെയ്യുക. ഇന്നത്തെ രാത്രി ചെയ്യണം. ഇന്ന് 21-ാം രാത്രിയാണ്. രണ്ടാമത്തെ ജോലി അന്നഹ തഅദിലു നിസ്ഫുൽ ഖുർആൻ. ഒരു തവണ ഓതിയാൽ തന്നെ ഖുർആൻ പകുതി ഓതിയ കൂലി കിട്ടുന്ന ഒരു ആയത്ത്, ഒരു സൂറത്ത്. അത് 2 തവണ ഓതാ. 2 തവണ ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ കൂലി കിട്ടും. കൂടുതൽ ഓതിയാലും കൂടുതൽ 4 തവണ ഓതിയാൽ 2 ഖത്തം ഓതിയ ഖുർആൻ കൂലി കിട്ടും. ഏതാണ്? സൂറത്തു സൽസല. ഇദാ സുൽസിലത്തിൽ അർദു സുൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ. ആർക്കാണ് ഈ സൂറത്ത് അറിയാത്തത്? ആ സൂറത്ത് ഓതുക. ഇമാം സാബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂന്നാമത്തത് തഅദിലു റുബൂൽ ഖുർആൻ. ഖുർആൻ്റെ 1/4 എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സൂറത്താണ്. ഏത് സൂറത്താണ്? നമുക്കൊക്കെ അറിയുന്ന, മനപ്പാടറിയുന്ന സൂറത്താണ്. സൂറത്തുൽ ഏത് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതാണ് സൂറത്തുൽ കാഫിറൂൻ. പിന്നെ അടുത്ത ജോലി 4-മത്തെ 5-മത്തെ ജോലി. 5-മത്തത് നമ്പർക്ക് നിങ്ങൾ കൃത്യമായി പറഞ്ഞോളൂ, മനസ്സിൽ ഓർമ്മ വെച്ചോ. ഞാൻ ജോലി പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. മറ്റൊരു ജോലി ഇതാണ്, തഅദിലു സുലുസുൽ ഖുർആൻ. ഖുർആൻ്റെ 1/3 എന്ന് അറിയപ്പെടുന്നൊരു സൂറത്ത്. ഏതാണ്? നമുക്കൊക്കെ അറിയാം, സൂറത്ത് ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. 3 തവണ പാരായണം ചെയ്യ്. 3 തവണ പാരായണം ചെയ്താൽ ഖുർആൻ മൊത്തം പാരായണം ചെയ്ത കൂലിയാണ്. ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മറ്റൊന്ന് ഖൽബുൽ ഖുർആനാണ് മഹാനവറുകൾ പറയുന്നത്. ഖൽബുൽ ഖുർആൻ പറഞ്ഞാൽ ഖുർആൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്ത് യാസീൻ. ആർക്കറിയാത്തത് മനപ്പാടം? എല്ലാവർക്കും അറിയുന്ന സൂറത്തല്ലേ സൂറത്ത് യാസീൻ. മനപ്പാടം അറിയുന്നുണ്ടെങ്കിലും ഖുർആൻ നോക്കിയിട്ട് ഓതുക വലിയ പുണ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആർക്കറിയാത്തത്? അടുത്തൊരു ജോലി ഇതാണ്. നേരത്തെ പറഞ്ഞില്ല, ഇത് ഇഷായും സുബഹിയും. ഇവിടെ പറയുന്നത് മഗ്രിബും ഇഷാവും സുബഹിയും 3 വക്ത് ഇമാം ജമാഅത്തായി നിസ്കരിക്കാം. ആർക്കാ സാധിക്കാത്തത്?
ഇതൊക്കെ നിസ്കരിക്കാൻ വീട്ടിൽ സഹോദരിമാർക്ക് സാധിക്കൂലേ? ആരെങ്കിലും ഒരാളെ ഇമാമത്ത് നിർത്തിയാൽ മതിയല്ലോ. നമുക്കെന്നാൽ ഇത് സാധിക്കും. എന്നാൽ ഈ നിസ്കാരം നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം കിട്ടും. ഈ 3 കോടി കൈക്കലാക്കാൻ പറ്റും. ഇതൊന്നും അല്ലേ, ഇതിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ മതി. പറയാൻ വളരെ എളുപ്പമാണ്. എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയാം. വീഡിയോ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചോളി. പിന്നെ രാത്രിയാകുമ്പോൾ നിങ്ങൾക്കിത് നോക്കി പറയാം. ഇത് എൻ്റെ കൂടെ ചൊല്ലി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം. സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്. സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ് വറബ്ബിൽ അർശിൽ അദീം. അത്രയേ ഉള്ളൂ. വറബ്ബിൽ അർശിൽ അദീം. അങ്ങനെ പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ് വറബ്ബിൽ അർശിൽ അദീം എന്ന് 3 പ്രാവശ്യം പറയാം. കൂടെ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ് സുബ്ഹാന റബ്ബിസ് സമാവാതി സബ് വറബ്ബിൽ അർശിൽ അദീം. എത്രയേ ഉള്ളൂ. ഒരു 3 പ്രാവശ്യം ആയിരിക്കാൻ പറ്റാത്തത്? ആയിരിക്കാൻ പറ്റും. അതൊന്നും സാധ്യമല്ല. ഒരു ചെറിയ അമൽ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ചെറിയ അമൽ പറഞ്ഞു തരട്ടെ. ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഇമാം സാബിർ ഇതാ എല്ലാവർക്കും കഴിയും. നിങ്ങളുടെ ചെറിയ കുട്ടിയുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ചെറിയ കുട്ടികൾക്കും ഈ ജോലി ചെയ്യാൻ കഴിയും. നിസ്കരിക്കാത്ത കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഒരു 3 വർഷമോ 4 വർഷമാക്കി ചെറിയ കുട്ടികൾ, അവർക്കും ഈ ജോലി ചെയ്യാൻ പറ്റും. 3 കോടി പ്രതിഫലം നേടാൻ പറ്റും. ഈ ഒറ്റപ്പെട്ട രാത്രികളുണ്ടല്ലോ, 21, 23, 25, ആ രാത്രികളെ കൊണ്ട് ഈ കുട്ടികളെ കൊണ്ട് ഈ ഒരു അമൽ ചെയ്യിപ്പിച്ച് നോക്ക്. അവരത് ചെയ്യും. അവർക്ക് പല്ല് വേണ്ട. പല്ലില്ലാത്ത കുട്ടികൾക്കും ഇത് ചൊല്ലാം. കാരണം ഇതിൻ്റെ മഹ്റജ വരുന്നത് അവിടെ നിന്നാണ്. പല്ലില്ലാതെ. കാരണം നാം വയസ്സായും പ്രായമാകുമ്പോൾ നമ്മുടെ പല്ലുകളെല്ലാം പോവല്ലേ. എന്നാൽ പിന്നെ നമുക്ക് ഇത് പറയണം. ഇത് പറഞ്ഞില്ലെങ്കിൽ സ്വർഗം കിട്ടൂല. അപ്പോൾ പല്ലിലല്ല അള്ളാഹു ഇതിൻ്റെ മഹ്റജ കൊണ്ടുവച്ചിരും. മഹ്റജ് എന്ന് പറയാൻ മനസ്സിലായില്ലേ? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിൻ്റെ മഹ്റജ് എന്ന് പറയുന്നത്. അപ്പോൾ പല്ലിന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്. പല്ല് തട്ടിച്ചു നാവ് പല്ലിൻ്റെ തലയിലേക്കും പല്ലിൻ്റെ മുരടിലേക്കും പല്ലിൻ്റെ ഇടകളിലേക്കും തട്ടിച്ചുച്ചരിക്കുന്ന ചില അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളൊന്നുമല്ല ഇത്. പല്ല് വരാത്ത കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ പറയുന്ന ഒരു അമലാണിത്. അതുകൊണ്ട് അള്ളാഹു ഇതിൻ്റെ മഹ്റജ് കൊണ്ടുപോയി വെച്ചതും അവിടെ തന്നെയാണ്. എല്ലാം ചെറിയ കുട്ടികൾക്ക് വരെ ഈ ജോലി ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ എത്ര നിമിഷം വേണമെന്നറിയോ? ചുരുങ്ങിയത് 1 നിമിഷം പോലും വേണ്ട. അരനിമിഷം വേണോ? അതും വേണ്ട. മുത്തായ റസൂൽ പറയുന്നു, ഗഫറല്ലാഹു ബിവാഹിദ. ഒന്നിൻ ഇത് 1 പ്രാവശ്യം അള്ളാഹു ചൊല്ലിയാൽ നിൻ്റെ പാവങ്ങൾ അള്ളാഹു പൊറുത്തു തരും. അള്ളാഹു മാഫാക്കും. 2 തവണ ഒരാൾ ചെയ്താലോ വനജാത മിനൻ നാർ ബിവാഹിദ. നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടും. പിന്നെ 1 പ്രാവശ്യം വീണ്ടും ചെയ്താലോ വദഖലൽ ജന്ന. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കും. എന്തെല്ലാം കിട്ടി? 1 പ്രാവശ്യം ചെയ്താൽ ഗഫറല്ലാഹ്, അള്ളാഹു പൊറുത്തുന്നത്. 2ാമത്തെ പ്രാവശ്യം നജാഉ മിനൻ നാർ, അള്ളാഹു നരകത്തിൽ രക്ഷപ്പെടുത്തി. 3ാമത്തെ ചൊല്ലാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു. 3 നേട്ടം കിട്ടും. ചൊല്ലാൻ എത്ര സമയം വേണം? 1 സെക്കൻഡ്, 1 മിനിറ്റ് പോലും വേണ്ട. 1, 2, 3, 5 കൂടിയാൽ 30 സെക്കൻഡിന് ഉള്ളിൽ ചൊല്ലി തീർക്കാം. ഞാനിപ്പോൾ പറയുന്നുണ്ടാമല്ലേ, നിങ്ങളൊന്ന് എൻ്റെ കൂടെ പറയ്. നോക്കി എത്ര നിമിഷം അതാകുന്നുണ്ടെന്ന് നോക്കൂ. 1 നിമിഷം ഏതായാലും അതാവൂല. കുട്ടികൾക്ക് നിഷ്പ്രയാസമായി ചെല്ലാം. 1 നിമിഷത്തിൽ കൂടുതൽ ചെയ്യാൻ പറ്റും ആ ജോലി. എത്രയേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര സെക്കൻഡായി? 5 6 സെക്കൻഡ് എത്ര ആയിട്ടുണ്ടാവും? അത്ര ആയിട്ടില്ലാന്ന് തോന്നുന്നു എനിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3 സെക്കൻഡ് പോലും ആയിട്ടില്ല. ഒന്ന് പറഞ്ഞു നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനവിടെ സമയം നോക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഒരു 3-4 സെക്കൻഡിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണ്. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൈലത്തുൽ ഖദ്റിൽ പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ കിട്ടി. 3 പ്രാവശ്യം ആർക്കായി ജോലി ചെയ്യാൻ പറ്റാതെ? പിഞ്ചു മക്കൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഈ ഒരു സൂറത്ത് ഇറങ്ങാനുള്ള കാരണം തന്നെ അത്ഭുതമാണ്. സമുൽ ഗാസിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. 1000 വർഷങ്ങൾ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്തു. ഒരു കഴുതയും അതുപോലെ ഒട്ടകം എന്ന് പറയുന്നു അതിൻ്റെ എല്ല് കൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന് ഭക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ എള്ളിൽ നിന്ന് ഭക്ഷണം വരും. അദ്ദേഹത്തിന് കുടിക്കണമെന്ന് പറയുമ്പോൾ ആ എള്ളിൽ നിന്ന് പാനീയം വരും. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിന് വർഷങ്ങളോളം യുദ്ധം ചെയ്ത ഒരാളാണ്. ആ സമയത്ത് റസൂൽ ഈ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. സ്വഹാബത്ത് ഇത് കേട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, നമുക്കൊന്നും അത്ര വലിയ ആയുസ്സില്ലല്ലോ നബിയെ, അയാൾ എത്ര വലിയ ഭാഗ്യവന്മാരാണ്, എത്ര വലിയ ഭാഗ്യവനായിരിക്കും, അയാൾക്ക് അത്രയും പ്രതിഫലം കിട്ടുന്നല്ലോ. ആഗ്രഹം കൊണ്ട് ഇങ്ങനെ സ്വഹാബത്ത് പറഞ്ഞു. അപ്പോഴാണ് സൂറത്തുൽ ഖദ്ർ ഇറങ്ങുന്നത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നബിയെ, അയാൾ വർഷങ്ങളോളം അധ്വാനിച്ച് കിട്ടിയ പ്രതിഫലം അങ്ങയുടെ ഉമ്മത്തിക്ക് ഒറ്റ രാത്രിയിൽ നൽകുന്നു എന്ന്. ഞാൻ പറഞ്ഞത് 3 കോടിയല്ല, അതിനേക്കാൾ അപ്പുറമാണ് പ്രതിഫലം കിട്ടുന്നത്. പക്ഷേ ഈ ഓഫർ നഷ്ടപ്പെടുത്താൻ പാടില്ല. എത്ര പറഞ്ഞാലും നഷ്ടപ്പെടുത്തുന്നവർ. ഈ 3 തഹ്ലീൽ പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? ഈ 3 തഹ്ലീൽ പറയാൻ കഴിയില്ലേ? അതേപോലെ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ് വ റബ്ബിൽ അർശിൽ അദീം. ആർക്കാ ഇത് പറയാൻ പറ്റാത്തത്? ഇന്നത്തെ ഇശ, മഗ്രിബ്, സുബ്ഹ് ഈ 3 വക്ത് ഇമാം ജമാഅത്തായി നിസ്കരിക്കാൻ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ പറ്റാത്തവരാരും ഒരു 3 തവണ ചെയ്യാൻ പറ്റൂലേ? താദിൽ ഖുർആൻ ഇതാ സുൽസിലത്തുള്ളത് 2 തവണ പറ്റൂലേ? കാഫിറൂൻ ഒരു 4 തവണ പറ്റൂലേ? ആമന റസൂൽ ഓതാൻ പറ്റൂലേ? ആയത്തുൽ കുർസി ഓതാൻ പറ്റൂലേ? സൂറത്ത് യാസീൻ ഇതൊക്കെ ആയിരിക്കാം പറ്റാത്തത്? എന്നാലോ 3 കോടിയും 4,15,000 രൂപ. അത് 1000 രൂപ ശമ്പളമാണെങ്കിൽ 2000 ആണെങ്കിൽ 6 കോടിയാകും. പിന്നെ ഒരാൾക്ക് 3000 ശമ്പളമാണെങ്കിൽ അത് പിന്നെ 9 കോടിയാകും. അങ്ങനെ കോടി കൂടും. ചിലപ്പോൾ വീട്ടിൽ ജോലി ചെയ്യാൻ വന്നവരെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് 1000 രൂപ ശമ്പളമായിരിക്കും. അപ്പോൾ ഞാൻ വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ ചില ആളുകൾ 1000 രൂപ ശമ്പളം കൊടുത്ത്, ചില ആൾ മേസ്ത്രി എന്ന് പറയുന്ന ആൾക്ക് ഞാൻ 1200 1500 കൊടുത്ത്, ചില ആളുകൾക്ക് മൊത്തം ജോലി കൊടുത്ത് അവർ അത് പെട്ടെന്ന് ചെയ്തു തീർത്തു. പക്ഷേ അവർക്ക് ഇത്രയാണ് 60,000 അല്ലെങ്കിൽ 70,000 അല്ലെങ്കിൽ 1,00,000 രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ കൂട്ടുമ്പോൾ അതിൽ പ്രതിഫലം കൂടും. പക്ഷേ ഇതൊന്നും ദുനിയാവിൻ്റെ ഒരു കണക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പരലോകത്ത് അത്ഭുതമാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്നത്തെ രാത്രി തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ, മലക്കുകൾ ഇറങ്ങും, അതുപോലെ റൂഹ് ഇറങ്ങും. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ എന്ന് പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കളുടെ റൂഹ് നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അള്ളാഹു അവർ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി മറ്റൊരു അമലുണ്ട്. പെട്ടെന്ന് മറന്നുപോയതാ. മറ്റൊരു അമലുണ്ട്. എന്തറിയോ? നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ദാനം ധർമ്മം ചെയ്യണം, മറന്നു പോകരുത്. എന്തെങ്കിലും ഒരു സ്വതക്ക. പിന്നെ നമുക്കറിയുന്ന എല്ലാ ദിക്റുകളും എല്ലാ തസ്ബീഹുകളൊക്കെ ഇതിൽ ചെയ്യാം. തസ്ബീഹുകൾ ചൊല്ലാം, ദിക്റുകൾ ചൊല്ലാം, തഹ്മീദ് ചൊല്ലാം, അൽഹംദുലില്ലാ. അതുപോലെ തക്ബീർ, അല്ലാഹു അക്ബർ പറയാം. അതുപോലെ ദുആ ഒരിക്കലും മറന്നു പോകരുത്. ദുആ ഇതിൽപ്പെട്ട അമൽ തന്നെയാണ്. അള്ളാഹുവിനോട് ചോദിക്കണം. അത് 3-ൽ 1 കഴിഞ്ഞാൽ അവസാനം എത്തുന്ന രാത്രിയിലാണ് നാം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഇജാബത്തുണ്ടാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത് നഷ്ടപ്പെട്ടാൽ ഭീമമായ നഷ്ടമായിരിക്കും. പക്ഷേ ഇത് ദുനിയാവിൽ തന്നെ അള്ളാഹു പ്രതിഫലം തരുന്നുണ്ടെങ്കിൽ ഒരാളും നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. ലൈലത്തുൽ ഖദ്റിൻ്റെ സുബ്ഹിൻ്റെ സമയത്ത് ആര് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയോ അവരിങ്ങനെ കണ്ണ് ചിമ്മിങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ മടിയിൽ 3 കോടി രൂപയും 44,15,000 രൂപ നമ്മുടെ മടിത്തട്ടിൽ വീഴുന്നു എന്ന് അള്ളാഹു ദുനിയാവിൽ തന്നെ ഇത് തരാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ സ്ഥലം മതിയാവില്ല. ജനങ്ങളെല്ലാം ഓടിയെത്തും പള്ളിയിലേക്ക്. സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും? എന്താ കിടന്നുറങ്ങുമോ? ഇങ്ങനെ അള്ളാഹു അന്നത്തെ തന്നെ ആ നിസ്സാരമായ പണം നിങ്ങളെ കയ്യിൽ തരുന്നുണ്ട് എന്ന് അള്ളാഹു അങ്ങനെ ചെയ്താൽ നിങ്ങൾ അതിന് പ്രാധാന്യം നൽകൂലേ? കാരണം എന്തുകൊണ്ട് പ്രാധാന്യം നൽകുന്നറിയോ? ദുനിയാവിനിക്ക് അത്രയും പ്രാധാന്യം നിങ്ങൾ നൽകിയത് കൊണ്ടാണ്. അത് ഈമാൻ്റെ അപാകതയാണ്. പരലോകത്ത് തരുന്നു എന്ന് പറയുമ്പോഴാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്.
അങ്ങനെ പ്രാധാന്യം നൽകണമെങ്കിൽ നമുക്ക് പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഒരു ഈമാൻ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തഖ്വ അതൊക്കെ വേണം. അതെല്ലാവർക്കും സാധിക്കില്ല. അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ സാധിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് ചെയ്തില്ലെങ്കിൽ ആ ഭാഗ്യന്മാർ അള്ളാഹു നമ്മെ തട്ടിക്കളഞ്ഞു എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.